എന്തായാലും ഈ വിൻഡോയിൽ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നവംബറിൽ വിൻഡോയിൽ കളിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത വിൻഡോയിൽ അനുമതി ലഭിക്കാനായി അതിനായുള്ള എല്ലാ പരിശ്രമങ്ങളും താൻ നടത്തും എന്നാണ് സ്പോൺസർ കൂടിയായ ആന്റോ അഗസ്റ്റിൻ പറയുന്നത്. മഹേഷ് പോലൂർ തുടരുന്നുണ്ട്. മഹേഷ്, സ്പോൺസറുടെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ എന്താണ് വായിച്ചെടുക്കേണ്ടത്? ആന്റോ അഗസ്റ്റിന്റെ വാർത്താ സമ്മേളനം നമ്മൾ കേൾക്കുകയായിരുന്നു. നമ്മളൊരു ചോദ്യം ഇപ്പോഴും ഉള്ളത്, അന്തരീക്ഷത്തിലുള്ളത്, ഈ ഫിഫ അനുമതി ലഭിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഫിഫയുടെ മത്സരം വിൻഡോ ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. ഫിറ്റ് അല്ലാത്ത ഒരു സ്റ്റേഡിയത്തിൽ എങ്ങനെ നവംബർ മാസം 18-ാം തീയതി ഒരു കളി അദ്ദേഹം അനൗൺസ് ചെയ്യുന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അതെന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു മത്സരം ഫിഫയുടെ സമ്പൂർണമായ ഒരു അനുമതി കിട്ടാതെ മത്സരം നേരത്തെ എങ്ങനെയാണ് പ്രഖ്യാപിക്കുക എന്നുള്ള ചോദ്യം, ആ ചോദ്യം അദ്ദേഹത്തോട് ഉന്നയിക്കുന്ന സമയത്ത് ആ ചോദ്യം ചോദിക്കാൻ പോലും യോഗ്യതയില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ മറുപടി നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നത്. എന്തായാലും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പറഞ്ഞൊഴിയുകയാണ്, കൈ കഴുകുകയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ കേൾക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകും. അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യം എന്ന് പറയുന്നത്, ഒന്ന് ട്രാവൽ പ്ലാൻ ആണ്. അതായത് മറ്റൊരു വൻകരയിൽ നിന്ന് 5 മണിക്കൂറിൽ യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സഞ്ചരിക്കാൻ പറ്റുന്നതാകണം എന്നുള്ളതാണ്. നേരത്തെ അങ്കോളയുമായുള്ള മത്സരം നേരത്തെ ഉറപ്പിച്ചതാണ് എന്നുകൂടി ഓർക്കണം. അപ്പൊ അങ്കോളയിൽ നിന്ന് ഖത്തറിൽ വന്ന് നേരെ ഇന്ത്യയിലേക്ക് വരുന്നത് അതിന് അനുമതി കിട്ടുമായിരുന്നോ, അങ്ങനെ ഒരു അനുമതി നേരത്തെ കിട്ടുമോ എന്നുള്ളതൊക്കെ നേരത്തെ അറിയാവുന്ന കാര്യമാണ്. അത് കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ അതിന്റെ മറ്റു വഴികൾ എന്താണ് എന്ന് തേടേണ്ടിയിരുന്നു. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം പറയുന്നില്ല. രണ്ടാമത്തത്, ഇന്ത്യയിൽ ഏക ഫിഫ അംഗീകരിച്ച അല്ലെങ്കിൽ ഫിഫ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചുള്ള സ്റ്റേഡിയത്തിന്റെ പട്ടികയിൽ അഹമ്മദാബാദാണ് അദ്ദേഹം പറയുന്നത്. കൊച്ചി സ്റ്റേഡിയത്തിന്റെ അവസ്ഥ നമുക്കറിയാവുന്നതാണ്. അവിടെ കഴിഞ്ഞ അണ്ടർ 17 ലോകകപ്പ് നടന്ന സമയം മുതൽ ആ മത്സരത്തിന് വേണ്ടി പോലും അത് ഒരുക്കാൻ പെട്ട കഷ്ടപ്പാട്, അതിനുശേഷം പിന്നീട് നടന്ന മത്സരങ്ങൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവിടെ ഒരു മത്സരം അവിടെ അടുത്ത് ISL ആണെന്നാണ് എൻ്റെ ഓർമ്മ. ആ മത്സരം നടക്കുമ്പോൾ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷന്റെ ആളുകൾ അവിടെ സന്ദർശിക്കുകയും ഈ മത്സരത്തിന് ഫിറ്റല്ല ഈ സ്റ്റേഡിയം, അതായത് ഇങ്ങനെ ഒരു മത്സരം നടത്താൻ പോലും ഫിറ്റല്ല ഈ സ്റ്റേഡിയം എന്ന് അവർ വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യമുണ്ട്. ആ സ്റ്റേഡിയത്തിൽ ഈ പറയുന്ന അതിന്റെ മുഖം മിനുക്കലുകൾ മാത്രം നടത്തി. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, അതിന്റെ സ്ട്രെങ്തനിങ് എന്ന് പറയുന്നത് അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് എന്ന് പറയുന്നത്. അതിന്റെ സ്ട്രെങ്തനിങ് എന്ന് പറയുന്ന ആ ഭാഗം അതിനെ ഉറപ്പിച്ചു നിർത്താനുള്ള, കുറെ കൂടി ബലപ്പെടുത്താനുള്ള ശ്രമം നടത്താതെ അതിന്റെ ഒരു പുറം മോടി ഒരു മുഖം മിനക്കിയിട്ട് എങ്ങനെയാണ് അർജന്റീന വന്നിട്ട് കളിക്കുക എന്നുള്ളത് നമ്മൾ സാമാന്യ രീതിയിൽ ആലോചിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാകുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ അവിടെ മത്സരം വരും എന്ന് നിരന്തരം കേരളത്തോട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് സ്പോൺസർമാർ കളി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മെസ്സി കേരളത്തിൽ എത്തുമെന്ന് കേരളത്തിന് ഉറപ്പ് നൽകിയിട്ടുള്ളത് എന്ന് തന്നെയാണ്. എന്തായാലും